ഹരേ കൃഷ്ണ. മനസ്സാണ് ഈശ്വരൻ എന്ന് പറയാറുണ്ട്. ഒരു നിമിഷത്തേക്ക് പോലും ഏകാഗ്രമാകാതെ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ബാഹ്യ ഉപാധികളൊന്നും കൂടാതെ തന്നെ ഈശ്വരനിൽ നിർത്തുവാനുള്ള ഒരു എളുപ്പമാർഗമാണ് മാനസപൂജ. ബാഹ്യപൂജയേക്കാൾ മാനസപൂജയിൽ എളുപ്പം ഏകാഗ്രത കിട്ടുന്നതാണ്. വലിയ വിഭവങ്ങൾ കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ പറ്റില്ല. വിഭവങ്ങൾ കുറവായാലും പൂജയ്ക്ക് പിന്നിലെ ഏകാഗ്രതയും ഭക്തിയുമാണ് ഭഗവാൻ നോക്കുന്നത്. ഭക്തിയും വിനയവും നിറഞ്ഞ നിഷ്കളങ്കമായ ഹൃദയത്തെയാണ് ഭഗവാന് അർച്ചിക്കേണ്ടത്. പൂജയുടെയും മറ്റെല്ലാ ആധ്യാത്മിക സാധനകളുടെയും ലക്ഷ്യം മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. മാനസപൂജയിലൂടെ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ഹരേ